ഇതിനകത്ത് ഊർജ സംഭരണത്തിന്റെ ടെക്നിക്, എങ്ങനെ ഊർജം സംഭരിച്ചു വെക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു കറക്റ്റ് മെത്തേഡ് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. അപ്പോ അതില് പറയാനുള്ളത്, ഈ നമ്മൾ സംഭരിക്കുന്ന ഊർജം എവിടെയാണ് സംഭരിക്കപ്പെടുന്നത്, ആർക്കാണ് സംഭരിക്കാൻ കഴിയുക എന്നുള്ളത്. ഇപ്പോ ചെറിയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 10 കിലോ അല്ലെങ്കിൽ 5 കിലോ ഭാരമുള്ള ഒരു വസ്തുവിനെ എടുക്കുക സാധ്യമല്ല. അവൻ ചെറിയൊരു വസ്തു എടുത്ത്, ചെറിയൊരു കളിപ്പാട്ടം എടുത്ത്, ചെറിയൊരു കല്ലെടുത്ത്, ചെറിയൊരു പാത്രം വെള്ളം എടുത്ത്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്ത് അവൻ പെരുമാറി അവന്റെ പേശികളിൽ സമ്മർദ്ദം കൊടുത്ത് പേശികളിൽ ഊർജം സംഭരിക്കാനുള്ള ശേഷി കൂട്ടി വന്ന് ആ ഉയർന്ന ഒരു ഊർജ സംഭരണത്തിന് വേണ്ടിയുള്ള ആകാശം അല്ലെങ്കിൽ സ്പേസ് അതിനകത്ത് ഉണ്ടാക്കി കഴിയുമ്പോഴാണ് അയാൾക്ക് ഉയർന്ന ഊർജം സംഭരിക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഏതൊരു കാര്യമാണെങ്കിലും ശരീരം അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, ശരീരം ബൈ ഡിഫോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ പരിമിതമായിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കും. ആ സ്പേസ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ കൂട്ടി വരാം. അത് സമ്പത്താണെങ്കിൽ അങ്ങനെ, ശക്തിയാണെങ്കിൽ അങ്ങനെ, ഭക്ഷണമാണെങ്കിൽ അങ്ങനെ. ഭക്ഷണം ഇപ്പോൾ ഒരു കുഞ്ഞു വയറിൽ കുറച്ച് ഭക്ഷണം കയറുള്ളൂ. അത് സ്ഥിരം കഴിച്ച് വയർ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് വരും. അതുപോലെ ജീവിതത്തിൽ ബന്ധങ്ങളായിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിൽ ആത്മീയ ഊർജമായിക്കോട്ടെ, ഏത് ആണെങ്കിലും ശരി, അത് ആദ്യം ഉപയോഗിച്ച് അതിൻ്റെതായ പേശികളെ വികസിപ്പിച്ചു കൊണ്ടുവരണം. പലതരം പേശികളുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ശക്തി സംഭരിക്കുന്ന പേശികൾ, സാമ്പത്തിക പേശികൾ, മനോപേശികൾ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ശരീരത്തിൽ ഫിസിക്കലി ഉണ്ട്, ഫിനോമിനലി ഉണ്ട്. അപ്പോ അവയുടെ വലുപ്പം കൂട്ടി വരിക, അവയിലേക്കാണ്. ഈ പേശികളാണ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്. ഈ പേശികൾ എത്രത്തോളം കൂട്ടി വരുന്നോ അത്രയും അതിനകത്ത് നിൽക്കും. ഒരാളുടെ ഉള്ളില് സമ്പാദ്യം കൂടുതൽ സംഭരിക്കാനുള്ള ശീലം അയാൾക്ക് ഇല്ലാന്നിരിക്കട്ടെ, സമ്പാദ്യം അയാൾക്ക് സംഭരിച്ചു വെക്കാനുള്ള പ്രായോഗിക ശീലമില്ല, അതിനുള്ള ആകാശമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളിലേക്ക് നമ്മൾ എത്ര സമ്പത്ത് സൗജന്യമായി കൊടുത്താലും അയാൾക്ക് അത് നിലനിൽക്കില്ല. കുറച്ചു സമയത്തിനുള്ളത് മുഴുവൻ പോകും. ഇതുപോലെ തന്നെ ശരീരത്തിനകത്തേക്ക് നമ്മളൊരു എനർജി ഡ്രിങ്ക് കുഴിക്കുന്നു. എനർജി ഡ്രിങ്ക് കുഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ശരീരപേശികൾക്ക് അത് മുഴുവൻ സംശീകരിച്ച് സൂക്ഷിച്ച് അതെടുത്ത് ഉപയോഗിക്കാനുള്ള പേശി വലിപ്പം ഇല്ലെങ്കിൽ നടക്കില്ല. മനസ്സിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പോ നമ്മൾ നമ്മുടെ ശരീരത്തിനകത്ത് ഭൗതികമായും ഭൗതികമല്ലാതെയും ഉള്ള പേശികൾ, സംഭരണ പേശികളുണ്ട്. ഈ പേശികളിലാണ് ഇതെല്ലാം സംഭരിച്ചു വെക്കുന്നത്. ഈ പേശികളാകട്ടെ ബൈ ഡിഫോൾട്ട് പ്രകൃതി എല്ലാത്തിന്റെയും മിനിമം പേശികൾ തരും. അവ ഉപയോഗിച്ച് വലുതായി വരും. അതിലാണ് നമ്മൾ ശാരീരിക ഊർജമാണെങ്കിലും ശരി, ധനമാണെങ്കിലും ശരി, അറിവാണെങ്കിലും ശരി, ബന്ധങ്ങളാണെങ്കിലും ശരി, ആത്മീയ അനുഭൂതിയാണെങ്കിലും ശരി, ആത്മീയ ബോധ്യമാണെങ്കിലും ശരി, അതുപോലെ യാത്രയാണെങ്കിലും ശരി, നമ്മുടെ പ്രഭാവമാണെങ്കിലും ശരി, എല്ലാം ഈ ഇത്തരമുള്ള ഭൗതികമോ ഭൗതികമല്ലാതെയുള്ള പേശികളിലാണ് സംഭരിക്കുന്നത്. ക്ലിയർ ആയോ?